പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് അവിശ്വസനീയമായ മുന്നേറ്റമെന്ന് പറയാൻ കഴിയില്ല. എക്സിറ്റ് പോൾ പ്രവചിച്ച മുന്നേറ്റമാണ്. പക്ഷേ അവിശ്വസനീയമായ പരാജയം കോൺഗ്രസിനാണ് സംഭവിച്ചിരിക്കുന്നത്. ബീഹാറിൽ ദയനീയമായി കോൺഗ്രസ് ആറിലേക്ക് എത്തുകയാണ്. കോൺഗ്രസ് 57ലേക്ക് RJD ചുരുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ അപ്പോഴും 57 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്ന RJDക്ക് ഒരു പിന്തുണ കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ഇപ്പോൾ 132 എന്നതിലേക്ക് മാറുന്നു. അപ്പോഴും കേവല ഭൂരിപക്ഷം പിന്നിട്ട് 10 സീറ്റുകൾ അധികമാണ് NDK എന്നുള്ളതാണ് കാഴ്ചയിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ NDA അതായത് RJDയുടെ ശക്തി കേന്ദ്രങ്ങളിലും BJP ശക്തി തെളിയിച്ചിരിക്കുന്നു എന്നുള്ള മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന ഈ തെരഞ്ഞെടുപ്പിൽ ഫലം കണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. റോസ്ഗറിനെ മുൻനിർത്തി, തൊഴിലില്ലായ്മയെ മുൻനിർത്തി തേജസ്വി യാദവിന്റെ പ്രചരണം ഫലം കണ്ടു. പക്ഷേ അത് കോൺഗ്രസിന് ആ പിന്തുണ കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. 65-63, 65-63, 65 BJP, 63 JDU. എത്ര മനോഹരം. LJP വരെ പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. 2 സീറ്റിൽ പോരാ. കോൺഗ്രസ് 7ലേക്ക് ഉയർന്നു കേട്ടോ. കോൺഗ്രസ് 7ലേക്ക് ഉയർന്നു. നമ്മൾ നോക്കുന്നത് കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ ഈ മത്സരത്തിന്റെ നീതി എന്ന് പറയുന്നത് 2 അക്കം കോൺഗ്രസ് കടക്കണം എന്നുള്ളത്. 19ലേക്ക് പോയാൽ പോലും സാധിച്ചില്ലെങ്കിൽ പോലും 2 അക്കം കോൺഗ്രസ് കടക്കണം. അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയമായി ബീഹാറിൽ അപ്രസക്തമായി പോകും. കോൺഗ്രസ് രാഷ്ട്രീയമായി ബീഹാറിൽ അപ്രസക്തമാകും എന്നുള്ളതാണ് ഇതിലെ ഭയം. അതുകൊണ്ട് 2 അക്കം കടക്കുക എന്നുള്ളത് അവിടുത്തെ കോൺഗ്രസ് ക്യാമ്പിന് കൊടുക്കുന്ന വലിയ ആത്മവിശ്വാസമായിരിക്കും. അല്ലെങ്കിൽ ഇനി എന്തിനാ കോൺഗ്രസ്സുകാർ ബീഹാറിൽ തുടരുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. അവിടെ ഒരു പല സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ് തുടരുന്നത്. അങ്ങനെയൊന്നുമല്ല, പല സംസ്ഥാനങ്ങളിലും പല സംസ്ഥാനങ്ങളിലെ ഇലക്ഷനിലും ഘടകകക്ഷികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ്. ഡൽഹിയിൽ അങ്ങനെ അതാണ് BJP അങ്ങനെയാണ് മത്സരിക്കുന്നത്. ജനാധിപത്യം അങ്ങനെയാണ്. സഖ്യമല്ല. ഈ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് സഖ്യമല്ല. നമ്മൾ അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഇടാത്തത്. മഹാഗഠബന്ധൻ എന്നാണ് ഇട്ടത്. കാര്യം ഇന്ത്യ മുന്നണിയിലെ പല കക്ഷികളും ഇതിനകത്തില്ല. തൃണമൂൽ കോൺഗ്രസ് ഇല്ല, ആം ആദ്മി പാർട്ടിയില്ല. ഇവരൊക്കെ നേരത്തെ ഇവിടെ പറഞ്ഞു പോയതാണ്. അവർക്കൊക്കെ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാവും. സൂചിയ അതൊക്കെയാണ് അതിന്റെ രാഷ്ട്രീയ കൗതുകം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടി ഒറ്റയ്ക്ക് ഒരു കക്ഷിയും പരസ്പരം മത്സരിക്കാറില്ല. പക്ഷെ മത്സരിക്കേണ്ടതില്ല. നിങ്ങൾ കീഴടക്കുകയാണല്ലോ. അതാണല്ലോ 2020 ജനങ്ങളുടെ മനസ്സ് കീഴടക്കുകയാണ്. 2022 എന്തിനാണ് നിതീഷ് കുമാർ NDA വിട്ടുപോയത്? വിട്ടുപോയെങ്കിലും തിരിച്ചു വന്നില്ല. ഒറ്റ കാര്യം നമുക്കിപ്പോൾ 64-63 നിൽക്കുന്ന BJP JDU നോക്കാം. അവർ വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ്. ഇനി എന്താണ് നിതീഷ് കുമാരൻ ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് ചർച്ച. ഈ കാര്യം അധികാരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ നിതീഷ് കുമാറിന്റെ ശരീരഭാഷ നോക്കിയാൽ മതി. നിതീഷ് കുമാറിന് കളം മാറാൻ തോന്നിയിട്ടില്ലെങ്കിൽ നിതീഷ് കുമാറിനറിയാം. നമ്മൾ സാധാരണ പറയും സുനാമിയും ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചില ജീവജാലങ്ങൾ ഈ സുനാമിയുടെ ഭൂകമ്പത്തിലേക്ക് വരവറിയിക്കും. അതേപോലെ ഈ അധികാര മാറ്റത്തിന്റെ ഘ്രാണശക്തിയുള്ള നേതാവിന്റെ പേരാണ് നിതീഷ് കുമാർ. ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ RJDയും BJP തമ്മിൽ മത്സരമാണ്. 63-64, BJP 64, RJD 63. തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവും തേജസ്വി യാദവ് എന്നുള്ളതാണ്. 2 തവണ ഉപമുഖ്യമന്ത്രിയായ തേജസ്വി യാദവ് ഇക്കുറി പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരും. കോൺഗ്രസ് 4ലേക്ക് വീഴുന്നു. അതെ, കോൺഗ്രസ് 4. ഇതൊരു നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു പരാജയമാണ് കോൺഗ്രസിനുള്ളത്. വിശദീകരിക്കാൻ കഴിയാത്തെന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ. രാഹുൽ പറഞ്ഞത് ബീഹാറിലെ ജനങ്ങൾക്ക് മനസ്സിലായില്ല. സിമ്പിളായിട്ട് പറഞ്ഞു. അവിടുത്തെ ജനങ്ങൾ ഇത് വിശ്വസിച്ചില്ല. പകരം രാഹുൽ പറഞ്ഞത് മനസ്സിലായില്ല എന്നുള്ളത് രാഹുലിന് മനസ്സിലായോ എന്നുള്ളതാണ് ചോദ്യം. അതിനിപ്പോ മിക്കവാറും മനസ്സിലാവും. അല്ലാതെ കാര്യമില്ല. കാര്യം ഈ കാര്യങ്ങളൊക്കെ ഇനി തിരിച്ച് ഈ സ്ട്രാറ്റജി അല്ല വേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് തേജസ്വി യാദവ് 2ാം റൗണ്ടിൽ വോട്ട് ചോരി ഒന്നും ഉയർത്തിയതേയില്ല. പകരം എപ്പോഴും പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ആദിൽ പാലോടിന് തേജസ്വി യാദവ് ബൈറ്റ് കൊടുക്കുമ്പോൾ പറയുന്നത് റോസ്ഗർ ബദലാവോ, മാറ്റങ്ങൾ ഉണ്ടാവും, ഞങ്ങൾ അധികാരം ഉണ്ടാക്കും എന്ന് പറഞ്ഞത് തേജസ്വി യാദവിന്റെ യാദവ് കേന്ദ്രങ്ങളിൽ RJDയുടെ കേന്ദ്രങ്ങളിൽ നടത്തിയ മുന്നേറ്റം കണ്ടുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ദയനീയമായി കോൺഗ്രസ് പിന്നിലേക്ക് പോകുന്നു. പക്ഷേ ഇപ്പോഴും വ്യക്തിപരമായി കഴിഞ്ഞ തവണത്തെ 19 പോലും ഒരു 15 സീറ്റുകളിലെങ്കിലും കോൺഗ്രസ് വിജയിച്ചു വരുന്നതായിരുന്നു ബീഹാറിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ ആ രാഷ്ട്രീയ സൗന്ദര്യം 70-ന് താഴെ